എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാൻ പറ്റിയ പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഗോതമ്പപ്പമാണ്. ഗോതമ്പ് പൊടി കൊണ്ട് ഇത്രയും രുചികരമായ അപ്പം ഉണ്ടാക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്കറിയാമോ? മൈദയും പച്ചരിയും ഒക്കെ ഒഴിവാക്കി കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയാലോ? വെറും 2 കപ്പ് ഗോതമ്പ് പൊടി ഉണ്ടെങ്കിൽ നല്ല കിടുലുക്കിലുള്ള അപ്പം വീട്ടിൽ തന്നെ റെഡിയാക്കാം. അപ്പൊ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതിനുവേണ്ടി 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് 2 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇനി അതിന്റെ നേർപകുതി 1 കപ്പ് ചോറും കൂടെ ചേർത്ത് കൊടുക്കുക. നല്ല മയമൊക്കെ കിട്ടുന്നതിന് വേണ്ടിയാണ്. പിന്നെ 1 കപ്പ് തേങ്ങ ചിരവിയത് അതും കൂടെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഈസ്റ്റാണ്. 1/2 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പാണ്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ആവശ്യമെങ്കിൽ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നമുക്ക് കുഴച്ചെടുക്കണം. അല്പം വെള്ളം ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഇതേ രീതിയിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ചൂടോടുകൂടി കഴിക്കാൻ കറിയുടെ പോലും ആവശ്യമില്ല. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അരിയൊക്കെയാണ് നമുക്ക് തലേദിവസം അരച്ചു വെക്കണം. ഇതൊന്നും വേണ്ട. നമുക്ക് കുട്ടികൾക്കൊക്കെ പെട്ടെന്നൊന്ന് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കണം വെച്ചാൽ എന്താണ് ഉണ്ടാക്കുന്നത് ആലോചിക്കുന്ന സമയത്ത് നമുക്ക് ഉണ്ടാക്കി കഴിയാൻ പറ്റും. ഇനി അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒരു 3 വട്ടമായിട്ട് ഞാൻ അരച്ചെടുക്കുന്നുണ്ട്. നല്ല പേസ്റ്റ് രൂപത്തിൽ തന്നെ ഇതൊന്ന് അരച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. ഇതുപോലെ ഞാൻ ആദ്യത്തെ റൗണ്ട് അരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇത് 2ാമത്തെ പ്രാവശ്യം ഞാൻ ഇതുപോലെ അരച്ചിട്ടുണ്ട്. ഇത് 3 വട്ടമായിട്ടാണ് ഞാൻ അരച്ചെടുത്തത്. പിന്നെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. മിക്സിയുടെ ജാറ് കഴുകി വേണം അല്പം വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ 3 പ്രാവശ്യമായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതേ രീതിയിൽ മാവ് ഒത്തിരി ടൈറ്റും ആകില്ല, തീരെ ലൂസാണ്. ഈ ഒരു പരുവത്തിൽ നമുക്കറിയാലോ അപ്പത്തിൻ്റെ ഒരു ലൂസ് എങ്ങനെ വേണമെന്ന്. ആ രീതിയിൽ നമുക്ക് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 30 മിനിറ്റ് സമയം അടച്ചു വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് ഈ സമയത്ത് 30 മിനിറ്റ് വെക്കുന്ന സമയത്ത് നമുക്ക് വെജിറ്റബിളോ മുട്ടക്കറിയോ എന്താണ് നമുക്ക് ഇഷ്ടമുള്ള കറി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാ 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. 30 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും ഇത് അല്പം ഒന്ന് പൊളിച്ചു പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സമയം വെച്ചാൽ മതി. ഇത് കൂടുതൽ ഒട്ടും വെക്കണ്ട. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ചട്ടി ചൂടായി കിടപ്പുണ്ട്. അതിനകത്തേക്ക് ഞാൻ ഒരു തവി മാവിത ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മാവ് ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ ഒന്ന് ചട്ടി ചുറ്റിച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്ക് ആദ്യം ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ ഒന്ന് പയ്യെ മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളയപ്പം, ഗോതമ്പ് വെള്ളയപ്പം, ഇതാ പാലപ്പം റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ പരിപാടി. ചപ്പാത്തി ഉണ്ടാക്കുന്നതിന് നമുക്ക് ഇതിന് സമയം വേണം. ചപ്പാത്തി കുഴയ്ക്കുന്ന സമയം മതി ശരിക്കും പറഞ്ഞാൽ നമുക്കിത് അപ്പം റെഡിയാകാൻ വേണ്ടി. അത്രയ്ക്കും ഫാസ്റ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണിത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ? കറിയൊക്കെ നമ്മുടെ നേരത്തെ തലേദിവസമൊക്കെ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ അതൊന്ന് ചൂടാക്കിയാൽ മതി. അപ്പോൾ എത്ര പെട്ടെന്ന് 1/2 മണിക്കൂർ എന്ന് പറഞ്ഞാൽ കറക്റ്റ് 1/2 മണിക്കൂർ കൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാണ്. വളരെ ബിസിയുള്ള ദിവസങ്ങളിൽ നമുക്ക് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും, ഞാൻ നല്ല ഗ്യാരണ്ടി തരുന്നു. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ബൈ ബൈ.